ഹായ് ഓൾ. മോട്ടിവേഷൻ അല്ലെങ്കിൽ പ്രചോദനം ഇത് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ വളരെയേറെ ഉപയോഗപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ തളർന്നിരിക്കുന്ന അവസരത്തിൽ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഇത് വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. എന്നെ കുട്ടിക്കാലത്തും കൗമാരക്കാലത്തും ഒക്കെ എന്നെ വളരെ സ്വാധീനിച്ച മഹാത്മാഗാന്ധിജിയുടെ ഒരു പ്രശസ്തമായ കോട്ടാണ്, സ്ട്രെങ്ത് ഡസ് നോട്ട് കം ഫ്രം ഫിസിക്കൽ കപ്പാസിറ്റി ബട്ട് ഇറ്റ് കംസ് ഫ്രം ഇൻഡോമിറ്റബിൾ വിൽ. അതെ, ശക്തിയുണ്ടാകുന്നത് കായിക ശേഷികളിൽ നിന്നല്ല, മറിച്ച് അത് അജയ്യമായ ഇച്ഛാശക്തിയിൽ നിന്നാണ്. ഇത്തരത്തിലുള്ള പല മോട്ടിവേഷണൽ കോട്ട്സും പലരുടെയും ഒക്കെ ജീവിതത്തിൽ വളരെയേറെ പ്രയോജനപ്പെട്ടിട്ടുണ്ടാകാം. ഇനി ചില ആളുകളുണ്ട്, അവർ സെൽഫ് മോട്ടിവേറ്റഡ് ആണ്. അവർക്ക് പുറത്തു നിന്നുള്ള പ്രചോദനം ആവശ്യമില്ല. വ്യക്തികൾ വ്യത്യസ്തരാണ്, അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലും വ്യത്യസ്തത ഉണ്ടാകും. ഈയിടെയായി നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കറായ ശ്രീ ഫിലിപ്പ് മാമ്പാടിൻ്റേത്. അദ്ദേഹം ഒരു പ്രശസ്തനായ മോട്ടിവേഷണൽ സ്പീക്കറാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു പോക്സോ കേസിൽ അറസ്റ്റിലാണ്. ആ കേസിന്റെ മെരിറ്റിലേക്ക് ഞാൻ പോകുന്നില്ല. അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, അതല്ല അദ്ദേഹം നിരപരാധിയാണെങ്കിൽ കുറ്റവിമുക്തനാക്കപ്പെടട്ടെ. ധാരാളം ആത്മീയ ആചാര്യന്മാരുടെയും മോട്ടിവേഷണൽ സ്പീക്കേഴ്സിൻ്റെയും ഒക്കെ വീഡിയോസ് നമുക്കിന്ന് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. എൻ്റെ ഒരു അഭിപ്രായം എന്താന്ന് വെച്ചാൽ, നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ആശയങ്ങളാണെങ്കിൽ, അതായത് നമുക്ക് നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ആശയങ്ങളെ സ്വാംശീകരിക്കുക, അല്ലാതെ വ്യക്തികളെ പിന്തുടരാതിരിക്കുക. മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ വിഗ്രഹങ്ങൾ ഉടഞ്ഞു പോയേക്കാം, നമ്മൾ നിരാശരാകേണ്ടി വന്നേക്കാം. എന്നാൽ ആശയങ്ങളെയാണ് നാം സ്വാംശീകരിക്കുന്നതെങ്കിൽ നമുക്ക് അതുകൊണ്ട് പല പ്രയോജനങ്ങളും ഉണ്ടായേക്കാം. താങ്ക് യു ഓൾ. ലവ് യു ഓൾ.